ജീവിതം ഒരു പരീക്ഷണമല്ലേ കുട്ടി? പ്രണയത്തിന്റെ പരീക്ഷണമാണെങ്കിൽ അതിതീവ്രമായിരിക്കും. ഉപദേശങ്ങളല്ല, വീരശൈവ പുഷ്പം തേടി പോയതുപോലെ എനിക്കൊരു മാർഗം പറയൂ. എനിക്ക് അദ്ദേഹത്തെ കണ്ടെത്തിയേ പറ്റൂ. മാർഗമുണ്ട്. അതല്പം കടുത്തതാണെങ്കിലോ? ഞാൻ സഹിക്കും. എത്ര കടുത്തതാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എങ്കിൽ നമുക്ക് നോക്കാം. ഗായകനെ കണ്ടെത്താനുള്ള മാർഗം അദ്ദേഹത്തിന്റെ സ്വരമല്ലേ? അതെ. ഗായകൻ അന്ധനായിരിക്കുമ്പോഴല്ലേ പഞ്ചമി പ്രണയിക്കാൻ തുടങ്ങിയത്? സ്വന്തം കണ്ണുകൾ അടച്ചു കെട്ടിയാലും ശബ്ദത്തിൽ നിന്നും സാമീപ്യത്തിൽ നിന്നും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും പറ്റും. അദ്ദേഹത്തിന്റെ സാമീപ്യം, ഗന്ധം എല്ലാം എല്ലാം എനിക്ക് തിരിച്ചറിയാൻ പറ്റും. തീർച്ചയാണല്ലോ. ആ, പരീക്ഷണത്തിന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒടുവിൽ പിന്മാറാൻ തോന്നരുത്. ഇല്ല, ഈ പരീക്ഷണത്തിൽ എന്റെ ജീവൻ വെടിഞ്ഞാൽ പോലും ഞാൻ പിന്തിരിയില്ല. ഇവിടെ നിന്ന് മുൻപോട്ട് നടന്നാൽ ചില ഗായകർ പാടുന്നത് കേൾക്കാം. അവർ പലരായിരിക്കും. സ്വരസ്ഥാനങ്ങളിൽ നിന്നും സാമീപ്യത്തിൽ നിന്നും നീ തേടുന്ന ഗായകനെ നീ തന്നെ കണ്ടുപിടിക്കണം. അതിനൊരു ഉപാധി കൂടെയുണ്ട്. നിന്റെ കണ്ണുകൾ മൂടിക്കെട്ടിയായിരിക്കും നിന്നെ ഇവിടുന്ന് വിടുക. ശരി, എന്റെ കണ്ണുകൾ മൂടിക്കോളൂ. എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, യോഗിനി മാതാവിൽ വിശ്വസിച്ചതിലുള്ള ഗുണം ഇതിനു മുമ്പ് എനിക്ക് കിട്ടിയതുപോലെ ഇത്തവണയും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ കണ്ണുകൾ മൂടിയാലും. ഒരു കാര്യം കൂടിയുണ്ട്. ഏതെങ്കിലും ഒരു ഗായകന്റെ അടുത്ത് പോയി തിരിച്ചറിയാതെ അവനെ തൊട്ടുപോയാൽ പിന്നീട് ഒരിക്കലും നിന്റെ ആദ്യത്തിനെ നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്നേക്കുമായി അങ്ങനൊരാൾ നിന്റെ ജീവിതത്തിൽ നിന്നും കടന്നു പോയിരിക്കും. സമ്മതമാണോ? പൂർണ്ണ സമ്മതം. എങ്കിൽ മുന്നോട്ട് നടക്കുക. സ്വരസ്ഥാനങ്ങൾ നിന്റെ വഴി തെളിക്കും. തെറ്റ് സംഭവിച്ചാൽ? തെറ്റില്ല, എനിക്ക് ഉറപ്പുണ്ട്. എങ്കിൽ നടന്നോളൂ. എല്ലാ പരീക്ഷണങ്ങൾക്കും ഒടുവിൽ ഞാൻ അദ്ദേഹത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ഞാൻ എന്റെ ഈ കണ്ണുകളുടെ കെട്ടഴിക്കുകയാണ്. അമ്മേ ഭഗവതി, യോഗിനി മാതാവേ, കാത്തുരക്ഷിക്കണേ. ആദിത്യൻ, എത്ര ദൂരം ഞാൻ നടന്നു എന്നറിയോ? എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? കൊട്ടാരക്കെട്ടിലെ പ്രണയം എനിക്ക് നിഷേധിക്കപ്പെട്ട ഒന്നാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? അതിന് സ്വന്തം സഹോദരിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഏട്ടൻ തമ്പുരാന്റെ ഒരു കൽപ്പനയെങ്കിലും കാത്തൂടായിരുന്നോ? കണ്ണുകൾ തിരിച്ചു തന്ന ദേവി മഹാമായയുടെ അത്ഭുതത്തിനെങ്കിലും കാക്കാമായിരുന്നില്ലേ? അനാഥനായ എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഏറെയൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി. കാഴ്ച കിട്ടിയത് തന്നെ മഹാഭാഗ്യം. അവിടം കൊണ്ട് തീർന്നിരിക്കുമെല്ലാം. അല്ല, എന്റെ ഇഷ്ടൻ ഏട്ടൻ തമ്പുരാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. അങ്ങയുമായുള്ള എന്റെ വിവാഹം ഏട്ടൻ തമ്പുരാൻ സമ്മതമാണ്. കള്ളം.
ഞാനിത് വിശ്വസിക്കില്ല. പ്രണയപരവശയായ ഒരു പെണ്ണിന്റെ ജൽപ്പനങ്ങളാണിതെല്ലാം. ഒന്ന് നിർത്തൂ. എത്ര എത്ര പരീക്ഷണങ്ങൾ അതിജീവിച്ചിട്ടാണ് ഞാൻ അങ്ങയുടെ മുൻപിൽ എത്തിയതെന്നറിയോ? കണ്ണു കെട്ടിയ ഞാൻ എത്ര ഗായകരുടെ അടുത്തെത്തിയെന്നറിയുമോ? പക്ഷെ അവരുടെ ആരുടെയും ശബ്ദം എന്നെ ആകർഷിച്ചില്ല. എന്റെ ഉള്ളിൽ അങ്ങയുടെ ശബ്ദം മാത്രമാണുള്ളത്. എന്റെ പ്രണയത്തിന്റെ സത്യസന്ധതയാണ് എന്നെ അങ്ങയുടെ മുൻപിൽ എത്തിച്ചത്. വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. ഇതെല്ലാം സത്യമോ? സത്യം, എന്റെ പ്രണയം പോലെ സത്യം. ദേശമംഗലത്തിന്റെ രാജകുമാരി ഇനി അങ്ങേക്ക് സ്വന്തമാണ്. വിശ്വസിക്കാം.